C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താടി നീ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? കോമ്പറ്റീഷന് പോയ അവരെ കാണാനില്ലല്ലോ വല്യേച്ചി. റിസൾട്ട് എന്തായിരുന്നു ഒരു അറിവും ഇല്ലല്ലോ. അമ്മയാണല്ലോ. ഇതെന്താ ഓട്ടോറിക്ഷയില്? സ്കൂട്ടി എവിടെ പോയി? എന്തായമ്മേ? എന്തെങ്കിലും ഒന്ന് പറയമ്മേ. എന്തായെന്നറിയാൻ ശ്വാസം മുട്ടി നിൽക്കാ ഞങ്ങള്. അമ്മേ കയ്യിന്ന് വിടുവണേ. ഞാൻ 100 വട്ടം പറഞ്ഞതാ വെറുതെ നാണം കെടാൻ ഇറങ്ങി തിരിക്കണ്ടെന്ന്. കുടുംബശ്രീ ശാരദ പാചകത്തിൽ വട്ട പൂജ്യമാണെന്നേ നാട്ടുകാർക്ക് മുന്നിൽ തെളിയിച്ചപ്പോ എന്റെ മക്കൾക്ക് തൃപ്തിയായല്ലോ. സന്തോഷം. എന്തു പറ്റി ശാലിനി? അമ്മ എന്താ ഈ പറയുന്നേ? ആദ്യ റൗണ്ടിൽ തന്നെ നമ്മൾ പൊട്ടി. കോണ്ടിനെന്റൽ ഡിഷസ് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അവിടെ ഈ പാവം കുടുംബശ്രീക്ക് വല്ല രക്ഷയുണ്ടോ? അൽഫാം ഉണ്ടാക്കാനായിരുന്നു ആദ്യത്തെ മത്സരം. അമ്മയാണെങ്കിൽ അതേപ്പറ്റി കേട്ടിട്ടുകൂടിയില്ല. ശാരദാമയും ശാരദാമയുടെ രുചികളും ഒക്കെ പഴഞ്ചനായി. ഇനിയിപ്പൊ കുടുംബശ്രീയുടെ കൈപുണ്യത്തിന്റെ കഥയൊന്നും ആരും പറയണ്ട. പൊട്ടക്കിണറ്റിലെ തവളയുടെ അവസ്ഥയിലാ നമ്മള്. രാജാവാണെന്ന് സ്വയം വിചാരിക്കും. പക്ഷെ നമ്മളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ടെന്നറിയാനേ പുറത്തിറങ്ങി നോക്കണോന്ന് ഇപ്പോഴാ മനസ്സിലായത്. എന്തായാലും ഈ മത്സരം ശാരദയുടെ കണ്ണുകൾ തുറപ്പിക്കാൻ ഉതകിയെന്ന് അർത്ഥം. സോറി അമ്മേ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഞങ്ങളെ അമ്മയെ നിർബന്ധിച്ച്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആര് നിർബന്ധിച്ചാലേ ഭാവിയിൽ ഇങ്ങനത്തെ പൊട്ട ബുദ്ധിയൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിട്ടേ അമ്മ ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അത് കാണുമ്പോഴെങ്കിലും ഇന്നത്തെ ദിവസം ഓർമ്മ വരണം മക്കൾക്ക്. ശാലിനി, വണ്ടിന്ന് നീ അതിങ്ങെടുത്തേ. ഇത് പിത്തള ചെമ്മിനി വിളക്കോ? വെറും ചെമ്മിനി വിളക്കല്ല. ബ്ലൂ ഡയമണ്ട് ക്ലബിന്റെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് നേടിയ കുടുംബശ്രീ ശാരദയ്ക്കുള്ള ട്രോഫി. ഇത് പ്രൈസ് മണിയായ 11,11,111 രൂപയുടെ ചെക്ക്. സത്യം? ശാരദാമ്മയെ ദൈവം തോൽപ്പിച്ചില്ല മക്കളെ. ഇനി ശാരദയ്ക്കും മക്കൾക്കും രാജേശ്വരിയുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കണ്ട. നമ്മൾ ജയിച്ചു ഈ മത്സരം.
നമസ്കാരം. ഞങ്ങളെ മനസ്സിലായില്ലായിരിക്കും. ഞാൻ വിജയലക്ഷ്മി. ഇതെന്റെ ചേട്ടനാ കൃഷ്ണൻകുട്ടി നായർ. കുടുംബത്തിലെ കാരണവരാ. നമസ്കാരം. നമസ്കാരം. എനിക്കങ്ങോട്ട് പൂർണ്ണമായും മനസ്സിലായില്ല എന്ന് മനസ്സിലായി. ഇവിടത്തെ കോളേജിലെ ലെക്ചറില്ലേ രാജീവ് രംഗനാഥ്, അവന്റെ അമ്മയാ ഇത്. ഞാൻ അമ്മാവൻ. അയ്യോ, മനസ്സിലായില്ല കേട്ടോ. ക്ഷമിക്കണം. എന്താ ഒരറിയിപ്പും ഇല്ലാതെ? കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണാൻ ചടങ്ങിന് വന്നതൊന്നും അല്ല ഞങ്ങള്. അവൻ ജോലി ചെയ്യുന്ന കോളേജും ഈ നാടും ഒക്കെ ഒന്ന് കാണാൻ വന്നതാ. അവനെ കോളേജിൽ ചെറിയൊരു ആവശ്യം, പിന്നാലെ എത്താന്നും പറഞ്ഞു. ഇപ്പൊ വരും. അയ്യോ, വന്ന കാലിൽ നിൽക്കാതെ കേറിയിരിക്കണം. വരൂ, ഇങ്ങോട്ടിരിക്കാം. അപ്പോ ഇതാണ് കുടുംബശ്രീ ശാരദ. ഇവളും അനന്തരവനും ഒരുപാട് പറഞ്ഞപ്പോ ഞാൻ മനസ്സിൽ കണ്ട രൂപം തന്നെ. അതെ, ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. സ്വന്തം മകനെ പോലെ ഒരു നേരത്തെ ആഹാരം എപ്പോഴും കരുതി വെക്കുന്ന കുടുംബശ്രീ ശാരദാമ്മയെ പറ്റി പറയാൻ രാജീവിന് 100 നാക്കാ. അപ്പോഴേ തോന്നിയിരുന്നു എപ്പോഴെങ്കിലും ഒന്ന് കാണണമെന്ന്. പിന്നെയാ അവൻ ഇവിടത്തെ മൂത്ത കുട്ടിയോടുള്ള തന്റെ ഇഷ്ടം പറഞ്ഞത്. കേട്ടതൊക്കെ വെച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. അതാ ചുറ്റുപാടുകളൊക്കെ ഒന്ന് കണ്ടു ബോധ്യപ്പെടാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് രാജീവ് സാറും കൂടെ വരുമെന്ന്. പറഞ്ഞില്ലേ, രാജീവ് കൂടെ ഇറങ്ങിയതാ ഞങ്ങളുടെ കൂടെ. പക്ഷെ പെട്ടെന്ന് കോളേജിൽ നിന്ന് ഒരു അർജന്റ് കോള് വന്നു. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഇൻസ്പെക്ഷനോ മറ്റോന്നേ. വൈകാതെ തന്നെ അവൻ ഇങ്ങെത്തും. ഇത് ഇളയാളാ, പേര് ശ്യാമ. രാജീവ് സാർ അവക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആളോ? അത് ശാലിനി. കളക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോണ്ടിരിക്കുക. ഇപ്പൊ പുറത്തോട്ട് പോയി. ഞങ്ങളുടെ ഹോട്ടലിലെ ഫുഡ് പാഴ്സലാക്കി കൊണ്ടുകൊടുക്കുന്നത് അവളാ. നിങ്ങള് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും അയക്കായിരുന്നു. അത് സാരമില്ല, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ ഉള്ളതല്ലേ. മോളെ, ഇത് രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനുമാ. നീ ചെന്ന് ശാരികയോട് ചായ ഇട്ടോണ്ട് വരാൻ പറ. ശരി, ചെല്ലു. ഞങ്ങളുടെ ചുറ്റുപാടുകളൊക്കെ ഞാൻ രാജീവ് സാറിനോട് പറഞ്ഞിട്ടുള്ളതാ. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ആവോ? ഇവിടെ വന്ന് നിൽക്കുകയാണോ? അതെ, ഭാവി അമ്മായി അമ്മയും അമ്മാവനും വന്നിട്ടുണ്ട്. ചായ വേണം. അമ്മായി അമ്മ അമ്മാവനോ? ആ, രാജീവ് സാറിന്റെ അമ്മയും അമ്മാവനും. ലക്ഷണം വെച്ച് ചെറിയൊരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ മണം അടിക്കുന്നുണ്ട്. വല്യേച്ചിയോട് ചായ ഇട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു അമ്മ. മധുരം ഒട്ടും കുറയ്ക്കണ്ട. സാറിന്റെ ബന്ധുക്കളോടുള്ള മണിയടി ഇപ്പോഴേ തുടങ്ങാൻ വല്യേച്ചിക്ക്. ഒന്ന് പോടി അവിടുന്ന്. ഏയ്, ശാരദാമ്മ ഇത് ഏത് കാലത്താ ജീവിക്കുന്നത്? അച്ഛൻ കൈപിടിച്ചു കൊടുത്തില്ലെന്ന് കരുതി പെൺമക്കളുടെ വിവാഹം നടക്കില്ല ഈ ലോകത്ത്. അതൊക്കെ പണ്ടാ. അച്ഛന് വേണമെങ്കിൽ വരാം. നാളെ എന്റെ കല്യാണമാണെന്ന് പറഞ്ഞ് സ്വന്തം വെഡിങ് കാർഡ് കൊടുക്കുന്നവരാ ഇപ്പോഴത്തെ കുട്ടികള്. അപ്പോഴാണ് ശാരികയുടെ അച്ഛന്റെ കാര്യം പറഞ്ഞുള്ള ടെൻഷൻ. പഴയ ആചാരങ്ങളിലും മാമൂലുകളിലൊന്നും മുറുകെ പിടിക്കുന്നവരല്ല ശാരദാമ്മയെ ഞങ്ങള്. ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വേണം. പക്ഷേ അത് മനുഷ്യന്റെ നന്മയ്ക്കും സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടിയാവണമെന്നാണ് ഞങ്ങളുടെ പക്ഷം. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഭർത്താവിന് വേറൊരു പെണ്ണിനെ കണ്ട് ഭ്രമം തോന്നി കല്യാണം കഴിച്ചതിന് ഈ കുട്ടികൾ എന്ത് പിഴച്ചു? സത്യം പറഞ്ഞ ഇങ്ങനത്തെ സ്വഭാവമുള്ള അയാളെ ഒരു പരിചയക്കാരനെന്ന നിലയിൽ പോലും നമ്മുടെ കുട്ടികളുടെ കല്യാണത്തിന് ക്ഷണിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. അവളെ തല്ലരുത്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. അക്കാര്യം അറിയാവുന്ന എനിക്ക് മാത്രമാ. എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് വേണമെങ്കിൽ ശാരദാമ്മയ്ക്ക് അവളെ ശിക്ഷിക്കാം. ശാരിക ബോബൻ ജോണിനെ കാണാനായി അയാളുടെ വീട്ടിൽ പോയെന്നുള്ള സത്യമാ.
പക്ഷെ അതൊരു ട്രാപ്പായിരുന്നു. ബാല്യകാലം മുതലുള്ള ഒരു കൂട്ടുകാരി നടത്തിയ ചതിപ്രയോഗം. ശാരികെ, ഇതാണ് ബോബൻ സർ. നമുക്ക് കാണാം. ബൈ. ശാരിക എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പിന്നെ കുറെ കരയേ ഉള്ളൂ. കാശ് കൊടുത്ത് കരച്ചിലങ്ങ് മാറ്റിയാൽ മാത്രം മതി. പിന്നെ ചേർന്ന് നിന്നോളൂ. എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും. ഇതാണ് അവിടെ ഉണ്ടായത്. ഇനി പറയണം, നിങ്ങൾ ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ശാരിക എന്ത് തെറ്റാ ചെയ്തതെന്ന്. ശാരദാമ്മയുടെ മകള് ഒരു തെറ്റും ചെയ്തിട്ടില്ല. വിശ്വസിക്കാൻ നിങ്ങൾക്ക് എന്നെ. ശാരികെ, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, സ്വന്തം അമ്മ തന്നെ ഇയാൾ അവിശ്വസിച്ചാലും രാജീവിന് വിശ്വാസം ഉണ്ടാവും ഇയാളെ. ഞാനൊരു താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഈ കഴുത്തിലായിരിക്കും. തനിക്ക് എന്നെ വിശ്വസിക്കാം. അതെ, സോറി കേട്ടോ. വണ്ടി ഇടയ്ക്കിടയ്ക്ക് പണി തരുന്നോണ്ടാ. അപ്പൊ പാഴ്സൽ ഡെലിവറിക്ക് ഓട്ടോ തന്നെ ശരണം. ഇത്തവണ അതും കിട്ടിയില്ല. അതാ ഇയാള്. അതൊന്നും സാരമില്ലടോ. അത്യാവശ്യമുള്ളപ്പോഴേ എന്നെ എപ്പോ മണി വിളിച്ചാ മതി. ഹെൽപ്പ് ചെയ്യാൻ ഞാൻ റെഡിയാണല്ലോ. അത് ഇയാൾക്കൊരു ബുദ്ധിമുട്ടാവില്ല അപ്പൊ? അല്ല, ഇതേ ഈ സവാരിക്കൊക്കെ കുറച്ച് കാശ് മേടിക്കണം. എന്താ പറ്റുമോ? പിന്നെന്താ, എനിക്ക് ഇതൊക്കെ തന്നെയല്ലേ ജോലി. ഓട്ടോ കൂലി എന്നാ മതി, വാങ്ങിച്ചോളാം. അടുത്ത തവണ മുതൽ ആലോചിക്കാം. തൽക്കാലം സാർ ഇറങ്ങ്, ഒരു ചായ കുടിക്കാം. മോളെ, അത് നോക്ക്. എന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്ന? നിന്നെ കാണണമെന്നും പറഞ്ഞാ കുറുപ്പസാറൊക്കെ വന്നത്. എന്താ കാര്യം ചോദിച്ചപ്പോ നീ വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. ശ്യാമയും ശാരിയൊക്കെ അവിടേക്ക് വിളിച്ച് അവിടെ എന്തോ ചർച്ചകളൊക്കെ നടക്കുമായിരുന്നു. എന്റെ ദൈവമേ, ഇനി ഞാൻ സത്യഭാമയുടെ മകനാന്നിട്ട് പറയാനാവൂ? എന്നാ സർവ്വതും തീർന്നു തന്നെ. ഗോപാലകൃഷ്ണനും രാജേശ്വരിയും വന്നിട്ടുണ്ട്. 10 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഇടപാട് തീർത്ത് പറഞ്ഞു വിടണം. എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരോടും. കാര്യവും കഥാപ്രസംഗമൊന്നുമില്ല. എനിക്ക് എന്റെ പണം കിട്ടിയാ മതി. പോണം ഞങ്ങൾക്ക്. അത്
ഇന്ന് രാവിലെ പണം തരാന്ന് തന്നെയാ നിങ്ങളോട് വാക്ക് പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ മോഷണം നടന്നു. ആ പണം കള്ളം കൊണ്ടുപോയി. വാട്ട്? മോഷണോ? എന്താ ശാരദാമ്മേ നിങ്ങളീ പറയുന്നേ? ഭലേ ബേഷ്, സൂപ്പർ നാടകം. ഇവരിങ്ങനെ തന്നെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതെ, കുടുംബശ്രീ ശാരദയുടെ ഫാനല്ലേ ശ്രീരഞ്ജിനി മാഡം? കുറുക്കന്റെ മുഖം മൂടി ഇപ്പൊ അഴിഞ്ഞു വീണത് കണ്ടല്ലോ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ല, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കള്ളമാണ്. നിങ്ങളെപ്പോലൊരു ഭൂലോക കള്ളിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അടിമുടി കള്ളം മാത്രം. രാജേശ്വരി, മൈൻഡ് യുവർ വേർഡ്സ്. എന്തോന്ന് മൈൻഡ്, എന്തോന്ന് വേർഡ്സ്? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. ഇവര് റോഡിൽ കൂടെ നടന്ന കാശ് കള്ളം പിടിച്ചു പറിച്ചോണ്ട് പോവും. ഇവരുടെ അലമാരയിൽ മാത്രം മായാവിയായി വരുന്ന കള്ളൻ പണം എടുത്തോണ്ട് പോവും. ഇവർക്ക് ചുറ്റും ഇതിനു മാത്രം കള്ളന്മാരെവിടുന്ന? ഈ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരെന്താ? ചാത്തൻ സേവയോ അതോ ഒടിയൻ സേവയോ? അതെ, മാഡത്തിന് ഇപ്പോഴും കഥ മുഴുവനായിട്ട് അങ്ങ് പിടികിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കൊടുത്ത 10 ലക്ഷം രൂപ ഇവര് 2 കൈ നീട്ടി വാങ്ങിയതാ. ഈ വീടും ഭൂമിയും ഒഴിയാനുള്ള പ്രതിഫലമായിരുന്നു അത്. വീടും സ്ഥലവും ഒഴിയാതെ തന്നെ ആ 10 ലക്ഷം രൂപ മടിക്കുത്തിൽ വയ്ക്കാനുള്ള തന്ത്രമായിരുന്നു അന്ന് പറഞ്ഞ ബൈക്കിലെ പിടിച്ചുപറിക്കാരന്റെ കഥ. പിന്നീട് നടത്തിയ ഒന്നാന്തരം ഒരു പൊറാട്ടു നാടകമായിരുന്നു ഇവിടെ നടന്ന ഫുഡ് ഫെസ്റ്റിവൽ. അയ്യോ, ഹോട്ടല് പൊടിഞ്ഞു വീണേ, ജോലിക്കാർക്ക് വിട്ടുകൊണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഇവര് നിങ്ങളെ കൊണ്ട് ആ ഫുഡ് ഫെസ്റ്റിവൽ നടത്തിച്ചില്ലേ? അതിന് കാശ് എത്ര പിരിഞ്ഞു വന്നേന്ന് വല്ല ഊഹം ഉണ്ടോ മാഡത്തിന്? അതിന്റെ കണക്കെവിടെ? അന്വേഷിച്ചോ മാഡം അതൊക്കെ? അതെ, ശ്രീരഞ്ജിനി മാഡത്തിന് മുന്നിൽ വാക്ക് പറഞ്ഞു പോയതുകൊണ്ട് ഇവർക്കിപ്പോ ഞങ്ങളുടെ 10 ലക്ഷം രൂപ തിരിച്ചു തരാതിരിക്കാൻ നിർവാഹമില്ലെന്നായി. സത്യഭാമയുടെ സഹതാപം പിടിച്ചുപറ്റി പാചക മത്സരത്തിന് 11 ലക്ഷം രൂപ സമ്മാനമായി കിട്ടിയ കഥ നാട്ടിൽ മൊത്തം പാട്ടാവുകയും ചെയ്തു. അപ്പൊ വീണ്ടും ഞങ്ങളുടെ പണം തിരിച്ചു തരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലൊരു കള്ളം കയറണം, അത്രേ ഉള്ളൂ. രാജേശ്വരി, നീ ദൈവത്തിന് നിരക്കാത്തൊന്നും പറയരുത്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നത് നിങ്ങളാ ശാരദ. ഇപ്പം മൊത്തം 21 ലക്ഷം രൂപയാ കള്ളന്മാരുടെ കഥ പറഞ്ഞ് നിങ്ങൾ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. അതില് 10 ലക്ഷവും ഇപ്പൊ കാല് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയും എന്റെയും എന്റെ ഭർത്താവിന്റെയുവാ. അല്ലാന്ന് പറയാൻ കഴിയൂ നിങ്ങൾക്ക്? എന്തിനാ വെറുതെ ഒരു കണക്കെടുപ്പൊക്കെ? മാഡം അല്ലേ ഇതിന്റെ മധ്യസ്ഥ. മാഡം തന്നെ ഒരു തീർപ്പ് പറഞ്ഞാൽ മതി. ശാരദാമ്മ പറയുന്ന മോഷണം സത്യമാണെങ്കിലോ? എങ്കിൽ പക്ഷേ അതുകൊണ്ട് എന്നീ വാക്കുകളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട ശ്രീരഞ്ജിനി മാഡം. ഇത്രയും ക്ഷമിച്ചു കഴിഞ്ഞു ഞങ്ങള്. ഇനി വേണ്ടത് ന്യായമായൊരു തീർപ്പാ. അയ്യോ, അവരോട് പണം എപ്പോ തിരിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചാ മതി. ഇവിടെ ആരും ഇല്ലേ? ശാരദാമേ, ശാരദാമേ. കുറുപ്പ് സാറേ, ഇരിക്കണം. ഓ വേണ്ട. അതെ, നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാ ഞാൻ വന്നത്. മുമ്പ് പറഞ്ഞിരുന്നില്ലേ, സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ പാസ്സായ ശാലിനിക്ക് റെസിഡൻസ് അസോസിയേഷൻ വക ചെറിയ ഒരു സ്വീകരണം ഇവിടെ നമ്മുടെ കരയോഗം ഹാളിൽ വെച്ചാ. മോളെ, നീ ചെന്ന് അവളെങ്ങി വിളിക്ക്. കുഞ്ഞേച്ചി മുറിയടച്ചിരിക്കുവാ. ഞാൻ കുറച്ചു മുമ്പ് ചെന്ന് തട്ടിയിട്ടും തുറന്നില്ല. കുറുപ്പ് സാർ വന്നിരിക്കാന്ന് പറയേ. അവള് വരും. ചെല. അല്ല, ശാലിനിക്ക് എന്തു പറ്റി?
രാവിലെ ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി കുറുപ്പ് സാറേ. ആ രാജേശ്വരിയും ഗോപാലേട്ടനും ഒക്കെ വന്നിട്ട് ചില പ്രശ്നങ്ങള് സംസാരിച്ച് മൊത്തം കുഴപ്പമായ കാര്യങ്ങള്. പ്രത്യേകിച്ചും ശാലിനിയുടെ സ്വഭാവം അറിയാലോ. ഇടയ്ക്കുണ്ടായ ഒരു ക്ഷോഭത്തില് ഞാൻ അവളെ ഒന്ന് തല്ലിപ്പോയി. അതിന്റെ പിണക്കത്തിൽ കയറി മുറിയടച്ചിരിക്കുക അവള്. അയ്യോടാ, ആ രാജേശ്വരിയുടെയും ഗോപാലകൃഷ്ണന്റെയും കൺമുന്നിൽ വെച്ച് അത് വേണ്ടായിരുന്നു ശാരദാമ്മ. കുട്ടിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കാണും എന്ന് പറഞ്ഞ പറ്റിപ്പോയി കുറുപ്പ് സാറേ. മനസ്സുകൊണ്ട് 1000 വട്ടം അതിന് മാപ്പ് പറയുകയും ചെയ്തു. ചെയ്തതിനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അസോസിയേഷൻ വക ഒരു സ്വീകരണത്തിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ ശാലിനി? അത് നാളെയാണ് കരയോഗ ഹാളിൽ വെച്ച്. ഞാനൊരു സ്വീകരണത്തിനുമില്ല. ഐ എം സോറി. അയ്യോ, എന്ന് പറഞ്ഞാൽ ശാലിനിക്കുള്ള സ്വീകരണം മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ. അതിന് ശാലിനി വരില്ല എന്ന് പറഞ്ഞാൽ? പകലെ തന്നെ നാട്ടുകാർക്ക് മുന്നിൽ വെച്ച് വേറൊരു സ്വീകരണം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അതും സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന്. അതിനപ്പുറം ഇനിയൊരു സ്വീകരണം എനിക്ക് വേണ്ട. കുറുപ്പ് സാറ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങി വന്നത്. ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിക്കരുത്. ഇതെന്റെ അവസാന വാക്ക്, തീരുമാനം. ചേടാ, ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണല്ലോ. ഞാൻ മുമ്പിട്ട് നിന്ന ശാലിനിക്കുള്ള സ്വീകരണം സംഘടിപ്പിച്ചത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജും അയച്ചു കഴിഞ്ഞു. അതിന് മാറ്റിവെക്കുന്നതും വേണ്ടാന്ന് പറയുന്നതും നാണക്കേടാ. ഞാനൊന്ന് പോയി കാല് പിടിച്ചു നോക്കാം കുറുപ്പ് സാറേ. അതേ ഉള്ളൂ ഇനി ഒരു വഴി. അമ്മ ആരുടെയും കാല് പിടിക്കാൻ പോകുന്നില്ല. നാളത്തെ സ്വീകരണത്തിന് അവള് വരും, വന്നിരിക്കും. ശാരികയാ പറയുന്നേ. ഞാനൊന്ന് നോക്കട്ടെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ശാരദാമ്മേ. സ്വീകരണത്തിന്റെ സജ്ജീകരണങ്ങൾ കുറെ അറേഞ്ച് ചെയ്യാനുണ്ട്. അതിനി വെറുതെ ആവുമെന്ന ഇപ്പൊ എന്റെ സംശയം. അയ്യോ, അവളോടൊന്നും തോന്നരുത് കുറുപ്പ് സാറേ. സാറിനോടല്ല, എന്നോടുള്ള പിണക്കം കൊണ്ടാ അവളങ്ങനെ അറുത്തു മുറിച്ച് സാറിനോട് സംസാരിച്ചത്. എനിക്കങ്ങനെ തോന്നുവോ ശാരദാമ്മേ? അവള് എന്റെയും കൂടി കുട്ടി തന്നെയല്ലേ. നമുക്ക് നോക്കാം അവളുടെ തീരുമാനം എന്താന്ന്. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഗുഡ് മോർണിംഗ്. പായസം കഴിക്കാം. പായസോ? എന്തിന്? എന്താ വിശേഷം ഇവിടെ? വിശേഷം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസങ്ങളും. അതിന്റെ തുടക്കമൊന്ന് ആഘോഷിക്കാനാ ഈ പായസ സൽക്കാരം. നമ്മുടെ ജീവിതം മനസ്സിലായില്ല. ആഹാ, അത് ശരി. അപ്പൊ നമ്മുടെ വിവാഹ നിശ്ചയത്തിന് തീയതി കുറിക്കാൻ അച്ഛനും അമ്മയും വരുന്ന കാര്യം ഭാമാന്റി വിഷ്ണുവിനോട് പറഞ്ഞില്ലേ? ഇല്ല. എന്നാ വരുന്നുണ്ട്. അച്ഛനും അമ്മയും വരുമ്പോ വിഷ്ണുവിന് ഇവിടെ തന്നെ ഉണ്ടാവണേ. സോറി. നിന്റെ വിവാഹ നിശ്ചയത്തിന് തീയതി കുറിക്കാൻ നിന്റെ അച്ഛനമ്മമാർക്ക് ന്യായമായിട്ടുള്ള അവകാശമുണ്ട്. പക്ഷെ എന്റെ കാര്യം നിശ്ചയിക്കുന്നത് അവരല്ല. ആ അവകാശം ഞാൻ മറ്റാർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്നർത്ഥം. വിഷ്ണുവേട്ടാ, ഇത് ചുമ്മാ കളി പറയല്ലേ. കാര്യങ്ങൾ ഇവിടെ വരെ എത്തിയിട്ട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ എവിടെ വരെ എത്തിന്ന്?
നീ മനസ്സിൽ ഓരോന്ന് കൽപ്പിച്ചു കൂട്ടിന്നല്ലാതെ നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരു ഒറ്റ തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടത്തോടെ പെരുമാറുകയോ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്നെ പറഞ്ഞതാ അങ്ങനെ ഒരു സന്ദർഭം. വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനായിരിക്കുന്ന അന്ന് അമ്പലത്തിൽ വെച്ച് പറഞ്ഞതോ? അപ്പോ എനിക്ക് പ്രേമലേഖനം എഴുതിയത് ഭാമാൻഡി കണ്ടുപിടിച്ചതോ? അതൊന്നും പോരെ സന്ദർഭങ്ങൾ? അതെല്ലാം നിന്റെയോ മറ്റു ചിലരുടെയോ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു. കുട്ടിക്കാലത്ത് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ പ്രേമം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നീ ഭ്രാന്ത് കാണിച്ചു തുടങ്ങിയപ്പോ ആ ഇഷ്ടം എനിക്ക് വെറുപ്പായിട്ട് മാറി. നിന്നെ കാണുന്നത് പോലും ദേഷ്യമായി എനിക്ക്. നീ അടുക്കാതിരിക്കാൻ ഞാൻ എത്രമാത്രം നീരസം കാണിച്ചിട്ടും നിനക്ക് മാത്രമാണ് അത് മനസ്സിലാവാതിരുന്നത്. അപ്പോ വെറുപ്പ്, ദേഷ്യം, നീരസം ഇതൊക്കെയാണോ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ എന്നെ കുറിച്ചുള്ള വികാരങ്ങൾ? തുറന്നു പറഞ്ഞാൽ അതെ. ഐ ആം സോറി. ഞാന് ലവ് ലെറ്റർ എഴുതി എന്നുള്ളത് ശരിയാ, പക്ഷെ അത് നിനക്ക് വേണ്ടിയിട്ടായിരുന്നില്ല. അമ്പലത്തിൽ വെച്ച് വിഷ്ണുവിന്റെ പെണ്ണെന്ന് പറഞ്ഞ് ഞാൻ കൈ ചൂണ്ടിയത് നിന്റെ നേർക്കായിരുന്നില്ല, നിന്റെ പിന്നിൽ നിന്ന പെൺകുട്ടിക്ക് നേരെയായിരുന്നു. നിന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതെന്ന് അമ്മയുടെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. നിന്റെ അവളാണ് ഇനിമേൽ എന്റെ പെണ്ണ്. ഇത്രയും നാളെ ഞാൻ തേടി നടന്നത് ഈ പെൺകുട്ടിയാ. ആരാ അവള്, ആ പുറകിൽ നിന്ന പെൺകുട്ടി? പറഞ്ഞാ നീ അറിയും. ഞങ്ങൾ ഒരുമിച്ച് പലയിടത്ത് വെച്ച് നീ കണ്ടിട്ടുമുണ്ട്. അവളുടെ പേര് പറയും മുമ്പ് മറ്റൊരു സത്യം കൂടി ഞാൻ നിന്നോട് പറയാം. ഒരു കാര്യത്തിൽ ഞാൻ നിന്നോട് കള്ളം പറയായിരുന്നു. ഇത് ദാസന ആർക്കോ വേണ്ടി വാങ്ങിയ ശില്പമല്ല, എനിക്കിത് അവള് ഗിഫ്റ്റായിട്ട് തന്നതാ. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ പെണ്ണ് തന്നെ, കുടുംബശ്രീ ശാരദയുടെ രണ്ടാമത്തെ മകൾ ശാലിനി. ശാലിനിയോ? അതെ, ഇന്നത്തെ കുടുംബശ്രീ ശാലിനി, നാളത്തെ ശാലിനി IAS. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.